ഹായ് ഓൾ, എന്താണ് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം എന്നത്തെ പോലെ തന്നെ രാവിലെ ഞാൻ എണീറ്റ് കുറച്ച് കുരുമുളകും ജാതിയും ഒക്കെ വീണിട്ടുണ്ടോ എന്ന് നോക്കി. ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നത് കാരണം ഒരുപാട് കുരുമുളകും ജാതിയൊക്കെ കാറ്റിന് നന്നായി വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിയെടുത്ത് ഞാൻ പാത്രത്തിലാക്കി ഇങ്ങനെ ഉരിഞ്ഞ് ഇട്ടിട്ടാണ് ഉണക്കുന്നത്. അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊന്ന് പുറത്ത് കുറച്ച് ജോലിയുണ്ടെന്ന് ഉമ്മാനെ ഡോക്ടറെ കാണിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ സിറ്റി കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അവിടെ വീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്കിലാണ് ഉമ്മാനെ CT സ്കാനും അതേപോലെ MRI ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോണേ. അപ്പോൾ വഴിയരികിൽ ഫുള്ള് LDFൻ്റെ പോസ്റ്റാണ്. എല്ലായിടത്തും 2 സൈഡിലും നിറച്ച് LDFൻ്റെ പോസ്റ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അതിനെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു മഴക്കാറും ചെറിയൊരു വെയിലും ഒക്കെ ഉള്ള കാരണം യാത്ര വളരെ സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊരു 8:45 ടൈമിലാണ്. ഞങ്ങളൊരു 10 മണി 10:05 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂരിലേക്ക് പോകുന്ന ആ ഒരു നല്ല രസമായിട്ടോ കാണാൻ. ഒരുപാട് ബിൽഡിങ്ങും പാടവും അതേപോലെ നല്ല റഷാണ്. പക്ഷെ പോണ വഴി ഭയങ്കര രസമുള്ള വഴിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂരിൽ. ഇപ്പോൾ നമ്മളെ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ആ റൂട്ട് ഭയങ്കര രസമുള്ള ഒരുപാട് പുതിയ ഷോപ്പുകളും നെസ്റ്റോ അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ വന്നാൽ നല്ല രസമായിട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലെത്തി MRI റൂമിൽ ഉമ്മാനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ MRI എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. CT സ്കാൻ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ CT എടുക്കുന്നതിൻ്റെ മുന്നേ ഉമ്മാക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് കെട്ടുകയാണ്. ഉമ്മാക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് വന്നു, ഉമ്മാക്കൊരു ധൈര്യം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു റിസൾട്ടിന് ഒരു 3-4 മണിക്കൂറാവും, അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നോളൂ എന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ദയ ഹോസ്പിറ്റലിൽ തന്നെ ക്ലിനിക്കുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് വീറ്റ ഡയക്കോണിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഫുൾ AC ഇതാണുള്ളതാണ്. അത് കാരണം ചൂടും കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തില്ല. എന്നിട്ടാണ് ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈമലത്തെ ആ ഒരു ഊരൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ എന്നല്ല, ഫുഡ് മാളിൽ നിന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. പിന്നെ എങ്ങനെയും ആയപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ കുറച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുരുമുളകും ജാതിയും ഒക്കെ ഒരുപാട് പിന്നെയും വീണ് കിടന്നിരുന്നു കാറ്റിന്. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി പറമ്പൊക്കെ ഒന്ന് നനച്ചിട്ടു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഓരോരുത്തർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പിള്ളേരൊക്കെ ഓരോരുത്തർ പാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിലൊക്കെ ഇട്ട് വിളമ്പിക്കൊടുത്തു. പിന്നെ ഞാനും മോനും കൂടിയിട്ടാണ് നനക്കാൻ നിന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മളെ ലൂമി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എവിടെ പുറത്തിറങ്ങിയാലും ആളെന്നെ പിന്നാലെ ഉണ്ടാവും. എൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വന്ന് വട്ടം കറങ്ങി ആളെന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരം വന്നപ്പോഴാണ് ഞാൻ ചോറും കറിയൊക്കെ ചോറ് വെച്ചു. ചാള മുളകിട്ടു, ചാള കായം പട്ടി, പയറുപ്പേരി ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വെള്ളരിക്ക തക്കാളിയൊക്കെ ഇട്ടിട്ട് പറയാൻ കിട്ടുന്നില്ല, തക്കാളിയൊക്കെ ഇട്ടിട്ട് അത് പച്ചക്കറി വെച്ചു. അപ്പോൾ അതൊക്കെ ആയിരുന്നു രാത്രി ഡിന്നറിന് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആണ് അന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ ഉമ്മയുടെ കാര്യങ്ങളിൽ ഇനി ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മുന്നോട്ട് പോകണം. ഉമ്മക്ക് ചെറിയൊരു സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണ് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക. ഉമ്മാക്ക് സർജറിയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നു. ഉമ്മ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്
ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാവും, ഇവിടുത്തെ വീഡിയോസ് തന്നെയാവും, ഡെയിലി ലൈഫ് തന്നെയാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നനയ്ക്കുന്നതിൻ്റെ യുദ്ധമാണ് അവിടെ കാണുന്നത്. പിള്ളേർക്ക് നനക്കാൻ കൊടുത്താൽ പിന്നെ ഫുള്ള് പറഗണിയിലാവുമല്ലോ നന. അടക്കമൊതുക്കത്തിലൊന്നും അവർ നനച്ചിടൂല. അപ്പോൾ നമ്മളും ഒപ്പം നിന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം നനപ്പിക്കാൻ. അല്ലെങ്കിൽ ഇതേപോലെ പരപ്പുറത്തേക്കൊക്കെ പൈപ്പ് ഇട്ട് എറിഞ്ഞ് അങ്ങനത്തെ ഒക്കെ കോലാഹലങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, കൊക്കോൻ്റെ മരമാണിത്. കൊക്കൊക്കെ കംപ്ലീറ്റ് കഴിച്ചു പോയിട്ട് അതിൽ ഒരു കൂട് പോലെ ആക്കി വെച്ചിട്ട് പോയേക്കുന്ന കിളികൾ. ഞങ്ങളങ്ങനെ പറിക്കാറും കൊടുക്കാറൊന്നുമില്ല. ഒക്കെ കിളികളും കാക്കയും ഒക്കെ കൊത്തി കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഒന്നും സെയിലും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഒരുപാട് കൊക്ക ഉണ്ടാവും, പക്ഷെ അതൊക്കെ ഇതുപോലെ കിളികളൊക്കെ കൊത്തിക്കഴിക്കും. അപ്പോൾ ഇയാൾ ഇനിയും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി ഈവനിങ്ങിലത്തെ ഫുഡിന്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണം പിന്നെ മൂപ്പർക്ക് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് കളിയും അതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക, അത് മറക്കരുത്. ആരും വീഡിയോ കാണുന്നവർ എന്തായാലും അത് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ബാക്കി നമുക്ക് ടോണിലിട്ടിട്ട് കാണാം കേട്ടോ. എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, എനിക്ക് ടൈമില്ല, കുറേ കാര്യങ്ങളാണ്, അത് കാരണം വോയിസ് കൊടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി കാണാം. ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒന്ന് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.